എടി ഡോക്ടറെ കാണാൻ പറ്റി. ഡോക്ടർ എന്തിനു പറഞ്ഞടി? ഡോക്ടർ പറഞ്ഞു ഇനിയും വെയിറ്റ് കുറക്ക. എന്തല്ല ഇനി? ആ മൂക്കിന്റെ താഴെ പഞ്ചായത്ത് കിണർ പോലെ ഒരു സാധനം ഇല്ലേ? എന്തൊരു വായ? അത് ഇടയ്ക്കൊക്കെ ഒന്ന് അടച്ചു വെക്കണം. കുളിക്കടവിലേക്ക് കുളിക്കാനേ വരുന്നില്ല. ഞാൻ അവിടെ കൈതറ ചോട്ടിൽ എപ്പോഴും വന്നിരിക്കാറുണ്ട്. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഞാൻ കുളിക്കാറില്ല. വന്നപ്പോഴേ എനിക്ക് ഫീൽ ചെയ്ത് ഇത്രയും മുല്ലപ്പൂ അല്ലെ കെട്ടിവെക്കേണ്ട ഒരു കാര്യമില്ല. എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. എന്നത്? ഞാൻ കുളിമുറിയിലായിരുന്നു അന്ന് കുളിക്കാൻ നിന്നത്. അപ്പൊ പെട്ടെന്ന് കറണ്ട് പോയി. മൊബൈലിന്റെ ഫ്ലാഷ് ഓൺ ആക്കി വെച്ച് നല്ല ലാവിഷ് ആയിട്ട് കുളിച്ചു. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ 500 ലൈക്കും 1000 ഷെയറും. അപ്പൊ എന്നെ കുളിയായിരുന്നു. ഒരു ചെറുകിട ബിസിനസ് എന്ത് ചെയ്യണോടി? ചെറുകിട ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ ആദ്യം ഒരു വൻകിട ബിസിനസ് തുടങ്ങണം. നിങ്ങളാണല്ലോ തുടങ്ങുന്നത്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി പൊളിയും. അപ്പൊ അത് ചെറുകിട ബിസിനസ് ആവും. പിന്നെ വെച്ചടി കയറ്റായിരിക്കും. എന്തോന്ന് കടം. നീ എന്തോന്ന് കണ്ടത്? എന്തോന്ന് കണ്ടത്? എന്തോന്ന് എന്തോന്ന്? ഫുൾ നേക്കഡ്. ഫുൾ നേക്കഡ് പോടാ. ഫസ്റ്റ് ഡേ ഫുൾ നേക്കഡ് ഒന്നും കാണാൻ നോക്കൂല. കണ്ട് സത്യം. അപ്പുറത്തുള്ള നിൻസയുടെ മോക്കെ കണക്കിന് 99 മാർക്ക്. ബാക്കി ഒരു മാർക്ക് എവിടെ പോയി? അയ്യോ എവിടെയും പോയില്ല. നമ്മുടെ മോൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തന്നെ ഇഷ്ടമായി. പ്രത്യേകിച്ച് ഞാൻ വീണത് തന്റെ ഈ പൂകല പോലത്തെ മുടി കണ്ടിട്ടാ. അല്ല ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് രാവിലെ ഷാമ്പൂട്ട് കഴുകി ഫാന്റെ മൂട്ടിൽ ഉണക്കും. രാത്രി കിടക്കാൻ നേരത്ത് ഊരി ആണി തൂക്കും. ഞാൻ വെളുപ്പാങ്കാലത്ത് കഴിക്കുന്ന ഗുളിക നീ എവിടെയാ വെച്ചത്? ആ ചുവന്ന ഗുളികയല്ലേ? അതെ, അത് ഞാൻ കഴിച്ചു. വെളുപ്പിലെന്ന് എഴുതി കണ്ടപ്പോ ശരീരം വെളുക്കാനാന്ന് കരുതി ഞാൻ അതെടുത്ത് ഇങ്ങോട്ട് കഴിച്ചു. പുന്നാരം, എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, ഇങ്ങനൊരു കഴുതയാണല്ലോ നീ എനിക്ക് വേലക്കാരനായി തന്നത്. ഒരു കുടുംബത്തില് ചട്ടിയും കലാവുമ്പോ തട്ടിമുട്ടിക്കിരിക്കില്ലോ സാർ. മാറ്റി പറയാൻ പറ്റൂ. എനിക്കിങ്ങനെ അറിയുള്ളൂ. പാട്ടി ഫാമിലീസ് ലൈക്ക് പോട്ട് ആൻഡ് another pot. When they hit together, they will make sound cling bling bling. ഇനിയും മാതിരിയൊന്നും പറയല്ലേ. എനിക്ക് അവളെ ഓജസ്സും തേജസ്സും ഉള്ള ഭാര്യയായിട്ട് തിരിച്ചു വേണം. നീ വെള്ളം ഇറങ്ങാതെ ചാവൂടാ. I want my wife back with lots of ഓജസ് and തേജസ്. What do you mean? തോണിക്ക് വെളുപ്പാങ്കാലം തോട്ടിൻ കരയത്തേണം, ചുണ്ടത്തൊരു വീടി കൊളുത്തി കുറ്റിക്കാട്ടിലിരിക്കണം, സ്മൂത്തായി കാര്യം കാണാൻ പഴം 2 കഴിക്കണം, ഫലം കണ്ടു തുടങ്ങിയിടും. ജോണിക്ക് വെളുപ്പാങ്കാലം തോട്ടിൻ കരയത്തേണം, ചുണ്ടത്തൊരു വീടി കൊളുത്തി കുറ്റിക്കാട്ടിലിരിക്കണം, പാലു വിൽക്കണ സോമനാ വഴി ചുമ്മാതെ നടക്കുമ്പോൾ കുറ്റിക്കാട്ടിലൊളിച്ചിരിക്കണ ജോണിയെ കണ്ടു. പഞ്ചായത്തിൽ അപേക്ഷ വെച്ചാൽ വീട്ടിലാകാലോ. പഞ്ചായത്തിൽ അപേക്ഷ വെച്ചാൽ വീട്ടിലാകാലോ. കാറ്റ് മൂടണ ഫീലതൊന്നും വീട്ടിലില്ലല്ലോ. തൊട്ടാവാടികളും കാച്ചുറിയൻ തുമ്പകളും. മോശമായിട്ടൊന്നും പറഞ്ഞില്ല. ആ എണ്ണ എടുത്ത് അതിലേക്ക് ഒഴിക്കുക. ആയിക്കോട്ടെ. ഒഴിച്ചു. ഇനി എന്നാ ചെയ്യണം? ചൂടാവണം. എന്താണ് ഉത്തമമായി പറയണത്? ചൂടാവണമെന്ന് പറഞ്ഞു. എന്നോട് ചൂടാവണം എന്നല്ല പറഞ്ഞത്. അടുപ്പിൽ വെച്ച എണ്ണ ചൂടാവണം എന്നാണ് പറഞ്ഞത്. അതായിരുന്നു. എന്താണ്? എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായോ? ഞാൻ പറയുന്ന ഓരോരോ സാധനം എടുത്ത് അതിലേക്ക് ഇടുക. ആ കടുക് എടുത്ത് അങ്ങോട്ട് ഇടുക. കടുക് ഇട്ടു. പൊട്ടറ്റോ അവിടെ കിടന്ന് പൊട്ടൊക്കെ ആർക്ക് പ്രയോജനം? കടുക് പൊട്ടറ്റോ എന്നല്ല പറഞ്ഞത്. പൊട്ടറ്റോ എടുത്ത് അങ്ങോട്ട് ഇടുക. പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ കിഴങ്ങ് എടുത്തിടുക. ഒനിയലെടുത്തിടുക. ആയിക്കോട്ടെ. ദൂരെയായി പോയി. എന്താ ഈ കാണിക്കണേ? ബനിയനല്ല, ഒനിയൻ. സവാള എടുത്തിടാനാണ് പറഞ്ഞത്. സവാളയോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താണ്? വൈദ്യുതി മരുന്നുണ്ടാക്കുവാണോ സാമ്പാർ വെക്കുവാണോ? പിന്നെ എന്താണ് ബഡ്ജറ്റ് സാറിന്റെ ഉള്ളത്? 1.5 കോടി. 1.5 കോടി. അപ്പൊ ഈ 1.5 CR നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ വീട്ടില് ടോട്ടൽ എത്ര പേരാണുള്ളത്? 2 പേര്, ഞാനും ഭാര്യ. രണ്ടുപേരാ? അപ്പൊ 4 ബെഡ്റൂം പറഞ്ഞു. അത് മാറി മാറി കിടക്കാലോ. അപ്പൊ സാറിന് ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ട്? എനിക്ക് 75. 75. വൈഫിനാ? 69. ഞാൻ ചോദിച്ചത് തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ ഈ ഇത്രയും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോ
ഒരു 100-150 കൊല്ലം 2-3 തലമുറകൾ യൂസ് ചെയ്താലേ നമുക്ക് ഇതിൽ മുതലാവുള്ളൂ. ഇത്രയും ഫണ്ട് മുടക്കി നമ്മളൊരു ബിൽഡിംഗ് കെട്ടുകയാണല്ലോ. അത് ഞങ്ങളുണ്ടല്ലോ. ഉണ്ട്, നല്ലത് തന്നെ. നമുക്ക് ചെയ്യാം. ആഗ്രഹം സാധിക്കാനാണല്ലോ നമ്മൾ പൈസ ചെലവാക്കുന്നത്.